Hi students, നമ്മളിന്ന് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്നുള്ള ചാപ്റ്ററിൽ ഒരു ചെറിയൊരു ടോപ്പിക്, എന്നാൽ നമുക്ക് ഇത്തിരി ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ടോപ്പിക് കൂടിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ആ ടോപ്പിക്കിൻ്റെ ഹെഡിങ് ഞാൻ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, ചാപ്റ്ററിൻ്റെ പേര് എഴുതിയിട്ടില്ല. ഹെഡിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈക്വി പൊട്ടൻഷ്യൽ സർഫസസ്, അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് ഈക്വി പൊട്ടൻഷ്യൽ സർഫസസ്? ആ പേരിൽ നിന്നൊക്കെ തന്നെ നമുക്ക് അതിന് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പറ്റും. ഈക്വി പൊട്ടൻഷ്യൽ സർഫസസ് എന്താണ്? ഈക്വി പൊട്ടൻഷ്യൽ സർഫസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ടോപ്പിക്? ഈക്വി പൊട്ടൻഷ്യൽ സർഫസസ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡെഫിനേഷൻ കാര്യങ്ങളൊക്കെ എന്താ നോക്കാം. അപ്പോൾ ഡെഫിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീനിൽ കാണാം. എന്താണ് ഡെഫിനേഷൻ? ഈക്വി പൊട്ടൻഷ്യൽ സർഫസസ് എന്ന് പറഞ്ഞാൽ സർഫസ് ഹാവിങ് സെയിം പൊട്ടൻഷ്യൽ അറ്റ് ഓൾ പോയിന്റ്സ്, എല്ലാ പോയിന്റുകളിലും ഒരേ പൊട്ടൻഷ്യലുകൾ ഉള്ള സർഫസുകളെയാണ് ഈക്വി പൊട്ടൻഷ്യൽ സർഫസസ് എന്ന് വിളിക്കുക. ആ പേരിൽ തന്നെ ഉണ്ട് ഈക്വി പൊട്ടൻഷ്യൽ സർഫസസ്. എന്താണ്? പൊട്ടൻഷ്യൽ ഈക്വൽ ആയിട്ടുള്ള സർഫസ്, എല്ലാ പോയിന്റുകളിലെയും പൊട്ടൻഷ്യലുകൾ ഈക്വൽ ആയിട്ടുള്ള സർഫസുകളെയാണ് എന്ത് വിളിക്കുക? ഈക്വി പൊട്ടൻഷ്യൽ സർഫസസ് എന്ന് വിളിക്കുക. അപ്പോൾ ഈക്വി പൊട്ടൻഷ്യൽ സർഫസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർഫസ് ഹാവിംഗ് ദ സെയിം പൊട്ടൻഷ്യൽ അറ്റ് ഓൾ പോയിന്റ്സ്. ക്ലിയർ ആണോ? നമുക്ക് അതിനൊരു എക്സാമ്പിൾ, വളരെ സിമ്പിളാണ് ഡെഫിനേഷൻ. എക്സാമ്പിൾ എന്താണ്? ഇപ്പോൾ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്താണ് എക്സാമ്പിൾ തരാം? നമുക്ക് ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഏറ്റവും അവസാനത്തെ ഒരു ടോപ്പിക്കായിട്ട് പഠിച്ചിട്ട് ചാർജ്ഡ് സ്പെറിക്കൽ ഷെല്ല് അല്ലേ? ആ ചാർജ്ഡ് സ്പെറിക്കൽ ഷെല്ലിൻ്റെ സർഫസ് എടുത്തു കഴിഞ്ഞാൽ അതൊരു ഈക്വി പൊട്ടൻഷ്യൽ സർഫസ് ആണ്. ചാർജ്ഡ് സ്പെറിക്കൽ ഷെല്ലിൻ്റെ സർഫസ് കേട്ടോ, സർഫസ് എടുക്കണമല്ലോ, സർഫസ്, അതിൻ്റെ സർഫസ് എടുത്തു കഴിഞ്ഞാൽ അതൊരു ഈക്വി പൊട്ടൻഷ്യൽ സർഫസ് ആണ്. അതുപോലെ അതിൽ തന്നെ രണ്ടാമത്തെ ഒരു ആപ്ലിക്കേഷനാണ് ഗോസസ്ഥിരത്തിൻ്റെ രണ്ടാമത്തെ ഒരു ആപ്ലിക്കേഷൻ, ഒരു ചാർജ്ഡ് പ്ലെയിൻ ഷീറ്റ്. അതും എന്ത് തന്നെയാണ്? ഈക്വി പൊട്ടൻഷ്യൽ സർഫസുകളാണ്. അത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂവസ് ആയിട്ട് റെഗുലറായിട്ട് ചാർജുകളെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ഒട്ടുമിക്ക സർഫസുകളും എന്തിന് എക്സാമ്പിളാണ്? നമ്മൾ ഈ പറയുന്ന ഈക്വി പൊട്ടൻഷ്യൽ സർഫസിന് എക്സാമ്പിളാണ്. നമ്മുടെ എർത്തിൻ്റെ സർഫസ്, എർത്ത് ഒരു ചാർജ്ഡ് ബോഡിയായിട്ട് കൺസിഡർ ചെയ്യുന്ന എർത്തിൻ്റെ സർഫസ് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? അതൊരു ഈക്വി പൊട്ടൻഷ്യൽ സർഫസാണ്. നമ്മളിപ്പോൾ ഒരു ചാർജ്ഡ് ബോൾ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ സർഫസ് എന്താണ്? ഈക്വി പൊട്ടൻഷ്യൽ സർഫസിന് എക്സാമ്പിളാണ്. ചാർജ്ഡ് ആയിരിക്കുന്നത് മാത്രം. ഓക്കെ ആണല്ലോ? അപ്പോൾ സർഫസ് ഹാവിംഗ് ദ സെയിം പൊട്ടൻഷ്യൽ അറ്റ് ഓൾ പോയിന്റ്സ്, അതാണ് ആര്? ഈക്വി പൊട്ടൻഷ്യൽ സർഫസ്. എക്സാമ്പിൾ ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. നമ്മളതിൻ്റെ പ്രോപ്പർട്ടീസിലേക്ക് കിടക്കാൻ പോകും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ പോലെ തന്നെയാണ് ഈ സെക്കൻഡ് ചാപ്റ്ററിൽ ഈക്വി പൊട്ടൻഷ്യൽ സർഫസ്. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അല്ലെങ്കിൽ ലൈൻസ് ഓഫ് ഫോഴ്സസിന് അതേപോലെ തന്നെയാണ് ഈ സെക്കൻഡ് ചാപ്റ്ററിൽ ഈക്വി പൊട്ടൻഷ്യൽ സർഫസുകൾ. അവിടെ നമ്മൾ കുറേ പ്രോപ്പർട്ടീസ് പഠിച്ചു, ഇവിടെയും നമ്മൾ കുറേ പ്രോപ്പർട്ടീസ് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ആ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. What are the properties of ഈക്വി പൊട്ടൻഷ്യൽ സർഫസ്? അപ്പോൾ നമുക്ക് മനസ്സിലുണ്ടാവണം നമ്മളൊരു സർഫസ് എടുത്തേക്കാം കേട്ടോ. ആ സർഫസ് എന്താണ്? ഈക്വി പൊട്ടൻഷ്യൽ സർഫസ് ആണ്. ആ സർഫസിൻ്റെ മുകളിൽ നമ്മൾ ഒരു പോയിന്റ് എ, അടുത്ത പോയിന്റ് ബി എടുത്തു അല്ലേ? അപ്പോൾ എയിലും ബിയിലൊക്കെ പൊട്ടൻഷ്യൽ എടുത്തു കഴിഞ്ഞാൽ എന്താണ്? സെയിം ആണ് അല്ലേ? ഭൂമിയിലെ സർഫസ്, ഭൂമിയുടെ സർഫസ് എടുക്കുക. ഭൂമിയുടെ സർഫസ് ഒരു പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്തു എ, അടുത്തൊരു പോയിന്റ് മാർക്ക് ചെയ്തു ബി. എയിലും ബിയിലും പൊട്ടൻഷ്യൽ എന്താണ്? സെയിം ആണ്. മനസ്സിലാവണം? ഓക്കെ, അപ്പോൾ നമ്മൾ അത്തരത്തിലൊരു ഈക്വി പൊട്ടൻഷ്യൽ സർഫസ് അതിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് പറയാൻ പോവാണ്. അപ്പോൾ ആദ്യത്തെ പ്രോപ്പർട്ടി, ഫസ്റ്റ് പ്രോപ്പർട്ടി എന്തായിരിക്കും? ആദ്യത്തെ പ്രോപ്പർട്ടി പൊട്ടൻഷ്യൽ എന്താണ്? അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നൊരു പ്രോപ്പർട്ടിയാണ്. പൊട്ടൻഷ്യൽ എന്താണ്? വർക്ക് ഡൺ ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്താ നോക്കാം? ആദ്യത്തെ പ്രോപ്പർട്ടി എന്ന് നോക്കാം. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താണ്? ഫസ്റ്റ് പ്രോപ്പർട്ടി, ദ വർക്ക് ഡൺ ടു മൂവ് എ ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ് ഓൺ എൻ ഈക്വി പൊട്ടൻഷ്യൽ സർഫസ് ഈസ് സീറോ. അതായത് നമ്മളിപ്പോൾ ഒരു ഒബ്ജക്റ്റ് എടുത്തിരിക്കും, ഇതൊരു ഈക്വി പൊട്ടൻഷ്യൽ സർഫസ് ആണെന്ന് വിചാരിക്കുക, ഒരു ഈക്വി പൊട്ടൻഷ്യൽ സർഫസ്. അപ്പോൾ ഇതിൻ്റെ അവിടെ ഒരു പോയിന്റ് നമ്മൾ എടുത്തു, എ എന്നുള്ളൊരു പോയിന്റ് എടുത്തു, ഇവിടെ നമ്മൾ ബി എന്നുള്ള പോയിന്റ് എടുത്തു. ഒരു ടെസ്റ്റ് ചാർജ് എടുക്കുക, നിങ്ങൾക്ക് അറിയാം ടെസ്റ്റ് ചാർജ്. ആ ടെസ്റ്റ് ചാർജിനെ ഇവിടെ വെച്ചിരിക്കുന്നു. അപ്പോൾ ഇതൊരു ഈക്വി പൊട്ടൻഷ്യൽ സർഫസ് ആണ്. ഇവിടെ എ എന്നുള്ള പോയിന്റ് എടുത്തു, ബി എന്നുള്ള പോയിന്റ് എടുത്തു, നമ്മുടെ ടെസ്റ്റ് ചാർജിൻ്റെ Q0. ആ Q0നെ നമ്മൾ എയിൽ നിന്ന് ബിയിലേക്ക് നീക്കുന്നു. നമുക്ക് എന്തെങ്കിലും ആവശ്യമില്ല, വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എയിലെ പൊട്ടൻഷ്യൽ ബിയിലെ പൊട്ടൻഷ്യൽ എന്താണ്? സെയിം ആണ്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്ര? 0 ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് പറയാം? നമ്മളുടെ
വർക്ക് ഡണ്ണിൻ്റെ വാല്യൂ എന്തായിരിക്കും 0 ആയിരിക്കും. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താണ്? ഫസ്റ്റ് പ്രോപ്പർട്ടി the work done to move a charge from one point to another point on an equipotential surface is 0. That is the first property. Okay, നമ്മുടെ സെക്കൻഡ് പ്രോപ്പർട്ടി കിടക്കണം. സെക്കൻഡ് പ്രോപ്പർട്ടി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ആൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൽ എപ്പോഴും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഡയറക്ഷൻ എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൽ പെർപെൻഡിക്കുലർ ആയിട്ടാണ് എപ്പോഴും ആരുണ്ടാവുള്ളൂ? നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഓർ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് are always perpendicular to an equipotential surface. ക്ലിയർ ആണല്ലോ? രണ്ടാമത്തെ പ്രോപ്പർട്ടി ആണ്. തേർഡ് പ്രോപ്പർട്ടി. അപ്പോൾ നമ്മളൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എടുത്തിരിക്കുക. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? അതിന് പെർപെൻഡിക്കുലർ ആണ് ആര്? അതിന് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഇങ്ങനെ പെർപെൻഡിക്കുലർ ആണ്. ഈ പേന നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ട് വെച്ചിരിക്കുകയാണ്. പെർപെൻഡിക്കുലർ ഈ പേനയാണ് എന്ത്? നമ്മളുടെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൻ്റെ മേലെ നമ്മൾ വരയ്ക്കുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനാണ് ഈ കാണിച്ചിരിക്കുന്നത് പേന. ഈ ഭാഗം, ഈ സർഫസ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസാണ്. ഓക്കെ, അപ്പോൾ പെർപെൻഡിക്കുലർ ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ മുഴുവൻ ഇങ്ങനെയാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മളിതിന് സ്പ്ലിറ്റ് ചെയ്യാൻ നോക്കി, ഇത് നമ്മൾ റിസോൾവ് ചെയ്യാൻ നോക്കി. അപ്പോൾ ഇതിൻ്റെ ഒരു കമ്പോണൻറ്റ് വെർട്ടിക്കൽ, ഒരു കമ്പോണൻറ്റ് ഹൊറിസോണ്ടൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇവിടെ എന്ത് മാത്രമുള്ളൂ? വെർട്ടിക്കൽ മാത്രമുള്ളൂ. ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഉണ്ടോ? ഇല്ല. ഇവിടെ നമ്മൾ ആ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് വിളിക്കുന്ന പേരാണ് ടാൻജൻഷ്യൽ കമ്പോണൻറ്റ് എന്ന് വിളിക്കും. അത് വിളിക്കുക ടാൻജൻഷ്യൽ കമ്പോണൻറ്റ് വിളിക്കും. ആ ടാൻജൻഷ്യൽ കമ്പോണൻറ്റ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൻ്റെ മേലെ എന്തായിരിക്കും? ആബ്സെൻ്റ് ആയിരിക്കും. അതാണ് മൂന്നാമത്തെ പ്രോപ്പർട്ടി. The tangential component of electric field intensity on an equipotential surface is absent. The tangential component of electric field intensity on an equipotential surface is absent. കാരണം ആ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കംപ്ലീറ്റ് എവിടേക്കാണ് പോകുന്നത്? നമ്മുടെ വെർട്ടിക്കൽ ഡയറക്ഷൻ. അതാണ് ടാൻജൻഷ്യൽ കമ്പോണൻ്റ് ഇല്ലേ, ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഇല്ലേ? മൂന്നാമത്തെ പ്രോപ്പർട്ടി. ക്ലിയർ ആണല്ലോ? ടാൻജൻഷ്യൽ കമ്പോണന്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈസ് always absent on an equipotential surface. Like there is no horizontal component of electric field intensity on an equipotential surface. Clear ആണല്ലോ? നാലാമത്തെ പ്രോപ്പർട്ടി നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പോലത്തെ ഒരു പ്രോപ്പർട്ടിയാണ്. അതായത് രണ്ട് ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾ ഒരിക്കലും ഇന്റർസെക്റ്റ് ചെയ്യില്ല. രണ്ട് ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾ ഒരിക്കലും ഇന്റർസെക്റ്റ് ചെയ്യില്ല. അതെന്തുകൊണ്ട് ഇന്റർസെക്ട് ചെയ്യാത്ത? സെയിം റീസൺ ആണ്. അവരങ്ങനെ ഇന്റർസെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റുകളിൽ രണ്ട് നോർമലുകൾ വരയ്ക്കണം. നോർമൽ രണ്ട് പെർപെൻഡിക്കുലർസ് വരയ്ക്കണം. ആരെ റെപ്രസെന്റ് ചെയ്യാൻ? ഇലക്ട്രിക് ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യാൻ. അത് നടക്കുന്ന കാര്യമില്ല. അപ്പോൾ രണ്ട് ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾ, two equipotential surfaces never intersect each other because at the point of intersection there will be two normals or two perpendicular to represent the direction of electric field intensity. It is not possible. Impossible. Two equipotential surfaces never intersect each other because at the point of intersection there will be two normals or two perpendiculars to represent the direction of electric field intensity at that point. It is impossible. Electric field intensity at a time അങ്ങനെ രണ്ട് ഡയറക്ഷൻ വരില്ല. അത് നടക്കണ കാര്യമില്ല. ക്ലിയർ ആണല്ലോ? നാല് പ്രോപ്പർട്ടീസ് ഒന്നുകൂടി പറയാം. നമുക്ക് പ്രോപ്പർട്ടീസ് വൺ ബൈ വൺ ആയിട്ട് പറയാം. അടുത്ത പ്രോപ്പർട്ടി എന്താ? ഫസ്റ്റ് പ്രോപ്പർട്ടി, the work done to move a charge from one point to another point on an equipotential surface is 0. രണ്ടാമത്തെ പ്രോപ്പർട്ടി, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി is always perpendicular to an equipotential surface അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഓർ ഇലക്ട്രിക് ഫീൽഡ് എന്ന് വേണമെങ്കിൽ പറയാം. മൂന്നാമത്തെ പ്രോപ്പർട്ടി, the tangential component or horizontal component of electric field intensity on an equipotential surface is absent. നാലാമത്തെ പ്രോപ്പർട്ടി, two equipotential surfaces never intersect each other because at the point of intersection there will be two normals or two perpendiculars to represent the direction of our electric field intensity at that point. It is impossible. Clear അല്ലേ? അപ്പോൾ ഡെഫിനിഷൻ പറഞ്ഞു, പ്രോപ്പർട്ടീസ് പറഞ്ഞു. ഇനി ചില ചാർജ് സിസ്റ്റംസിൻ്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾ നമ്മളെങ്ങനെ നമ്മൾ വരയ്ക്കുന്നത് പരീക്ഷയ്ക്ക് നമ്മൾ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ് ഓഫ് സെർട്ടൻ ചാർജ്ഡ് സിസ്റ്റംസ് അല്ലെങ്കിൽ ചാർജ് സിസ്റ്റംസ് അല്ലെങ്കിൽ ചാർജ്ഡ് പാർട്ടിക്കിൾസ് അത് നമ്മൾ നെക്സ്റ്റ് പറയാം. അപ്പോൾ ആദ്യത്തെ തന്നെ
ഒരു ഡൈപോളിൻ്റെ ഇക്യു പൊട്ടൻഷ്യൽ സർഫസുകളാണ്. അപ്പോൾ ആ ഡൈപോളിൻ്റെ ഇക്യു പൊട്ടൻഷ്യൽ സർഫസുകൾ എന്ന് പറയുമ്പോൾ നമുക്കതിൽ ശ്രദ്ധിക്കേണ്ടത് ആ റെഡ് ഡോട്ടഡ് ലൈൻസ് ആണ് നമ്മുടെ ഇക്യു പൊട്ടൻഷ്യൽ സർഫസുകൾ കേട്ടോ. റെഡ് ഡോട്ടഡ് ലൈൻസ്. അപ്പോൾ അവരുടെ സ്ട്രക്ചർ എന്ന് നോക്കിയാൽ രണ്ട് ചാർജുകൾ പോസിറ്റീവ് നെഗറ്റീവ് എടുത്തിരിക്കുകയാണ് അല്ലേ, പോസിറ്റീവ് നെഗറ്റീവ്. ആ രണ്ട് പോസിറ്റീവ് നെഗറ്റീവ് എടുത്തേക്കാണ്. അവർ രണ്ടെണ്ണത്തിൻ്റെ ഇടയിൽ വരുന്ന ഭാഗം അല്ലേ, ആ ഭാഗത്ത് ക്രൗഡഡ് ആയിട്ട് എടുക്കണം. ഇക്യു പൊട്ടൻഷ്യൽ സർഫസുകൾ ക്രൗഡഡ് ആയിട്ട് എടുക്കണം. അവർ അകന്നുള്ള സ്ഥലത്ത് എങ്ങനെയാണ് ഒരു സെപ്പറേറ്റഡ് ഫാർ അവേ ഫ്രം എ പാർട്ട്, ശരിയല്ല, ക്രൗഡഡ് ആയിട്ട് എടുക്കും. അപ്പോൾ ക്രൗഡഡ് ആയിട്ട് ഇക്യു പൊട്ടൻഷ്യൽ സർഫസുകൾ ക്രൗഡഡ് ആയിട്ട് എടുക്കാന്ന് വെച്ചാൽ അർത്ഥം അട്രാക്ഷനാണ്, അവിടെ ഫോഴ്സ് കൂടുതലായിരിക്കും എന്നൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഡൈപോളിൻ്റെ ഇക്യു പൊട്ടൻഷ്യൽ സർഫസുകളാണ് കാണിച്ചിരിക്കുന്നത് റെഡ് ഡോട്ടഡ് ലൈൻസ്. ബാക്കിയുള്ള എറോ മാർക്കുകൾ നിങ്ങൾക്കറിയാം എന്താണത്, അത് തീർച്ചയായിട്ടും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണ്. ക്ലിയർ അല്ലേ? ഡൈപോളിൻ്റെ ഇക്യു പൊട്ടൻഷ്യൽ സർഫസസ് വരയ്ക്കാനൊക്കെ ചോദിക്കുന്ന പഠിച്ചു. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നെക്സ്റ്റ് ഒരു പോസിറ്റീവ് പോയിന്റ് ചാർജ് എടുത്തിരിക്കുക. പോസിറ്റീവാണ്. പോസിറ്റീവ് പോയിന്റ് ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എങ്ങനെയാണ്, ഡൈവേർജിങ് ആണ് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ എന്തിനാണ് ഡൈവേർജിങ് സ്പിയറുകളായിട്ടുള്ളത്, കോൺസെൻട്രിക് ഡൈവേർജിങ് സ്പിയേഴ്സ്. പോസിറ്റീവ് ചാർജിൻ്റെ അടുത്ത് വളരെ അടുപ്പിച്ച് എടുക്കണം സ്പിയറുകൾ അല്ലേ, അല്ലെങ്കിൽ സർക്കിൾസ്. അവിടെ നമ്മൾ അകന്നു തോറും ഓരോന്നും തമ്മിലുള്ള ഡിസ്റ്റൻസുകൾ കൂടി. അപ്പോൾ അത് പോസിറ്റീവ് പോയിന്റ് ചാർജിൻ്റെ ആണ് എന്ത് ഇക്യു പൊട്ടൻഷ്യൽ. ഇനി നെഗറ്റീവ് പോയിന്റ് ചാർജിൻ്റെ ഇത് തന്നെയാണ്, പക്ഷേ എയറോ മാർക്കിന് വ്യത്യാസം മാത്രം. ആ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ എയറോ മാർക്കിന് വ്യത്യാസം ആണ്. നെഗറ്റീവ് പോയിന്റ് ചാർജിൻ്റെ ഇക്യു പൊട്ടൻഷ്യൽ സർഫസുകൾ സെയിം ടു പോസിറ്റീവ് ചാർജ്, ബട്ട് എയറോ മാർക്കിൽ നോക്കണം. നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ എയറോ മാർക്കിൽ ഡൈവേർജിങ് ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി നെക്സ്റ്റ് നമ്മളൊരു ടു സിമിലർ ചാർജ് സിസ്റ്റംസ് അല്ലെങ്കിൽ ടു സിമിലർ ചാർജസ് അവരുടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും ഇക്യു പൊട്ടൻഷ്യൽ സർഫസുകളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ. അപ്പോൾ അവരുടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസുകൾ എങ്ങനെയാണെന്ന് നമുക്കറിയാമല്ലോ, റിപ്പൽഷൻ കാണിക്കാനായിട്ട് അല്ലേ. സിംഗിൾ ചാർജുകളാണ് റിപ്പൽഷനാണ്. അപ്പോൾ ഇവരുടെ ഇങ്ങനെയാണ് വരിക, സ്ക്രീനിൽ കാണുന്ന പോലെയാണ് നമുക്ക് അവരുടെ ഇക്യു പൊട്ടൻഷ്യൽ സർഫസുകൾ. അതിൽ നമ്മൾ വരച്ചിരിക്കുന്ന സർക്കിളുകളാണ് എന്ത് ഇക്യു പൊട്ടൻഷ്യൽ സർഫസുകൾ. ഡോട്ടഡ് ആരോ ലൈൻസ് എന്താണ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. അപ്പോൾ നമുക്ക് രണ്ട് ചാർജുകളുടെ ഇടയിൽ വരുന്ന ഭാഗത്ത് ഇക്യു പൊട്ടൻഷ്യൽ സർഫസുകൾ ക്രൗഡഡ് അല്ല അല്ലേ, അവർ സെപ്പറേറ്റഡ് ആണ്. അതെന്തിനാണ് കാണിക്കുന്നത് നമ്മുടെ റിപ്പൽഷനാണ്. അപ്പോൾ ഇതൊരു സിമിലർ ചാർജ് സിസ്റ്റത്തിൻ്റെ. ഇനി ഞാനിപ്പോൾ സ്ലൈഡിലൊന്നും ഉൾപ്പെടുത്തിയില്ല, നിങ്ങൾ വരച്ച് നോക്കാം. അത് നിങ്ങൾക്ക് വരയ്ക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. അതിൻ്റെ ഫീൽഡ് ലൈൻസ് എങ്ങനെയാണ്, അതിൻ്റെ ഫീൽഡ് ലൈൻസ് പാരലൽ ആൻഡ് ഇക്യു ഡിസ്റ്റൻ്റ് ആണ് അല്ലേ. അവരുടെ ഇക്യു പൊട്ടൻഷ്യൽ സർഫസുകൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന പോലുള്ള പ്ലെയിനുകളാണ്. ഇക്യു ഡിസ്റ്റൻറ്റിൽ അടുക്കി വെച്ചിരിക്കുന്ന പ്ലെയിൻ ഇങ്ങനെ കുറേ പ്ലെയിനുകളാണ്. മനസ്സിലാവുന്നത്? അതായത് അടുപ്പിച്ച് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് പ്ലെയിൻസുകൾ. ഒരു ഷീറ്റ് ഇങ്ങനെ വെച്ചിരുന്നു, ഒരു ഷീറ്റ് ഇങ്ങനെ വെച്ചിരുന്നു അടുപ്പിച്ച് ഇക്വി ഡിസ്റ്റൻ്റ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാരലൽ ആൻഡ് ഇക്വി ഡിസ്റ്റൻ്റ് ആണെങ്കിൽ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വി പൊട്ടൻഷ്യൽ സർഫസുകൾ പാരലൽ പ്ലെയിൻസ് എങ്ങനെയാണ് ഇക്വി ഡിസ്റ്റൻ്റ് ഫ്രം ഈച്ച് അതർ. പാരലൽ പ്ലെയിൻസ് ഇക്വി ഡിസ്റ്റൻ്റ് ഫ്രം ഈച്ച് അതർ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തുന്ന കാര്യം. ഇന്നത്രയും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇക്വി പൊട്ടൻഷ്യൽ സർഫസുകൾ എന്താണ്, ഇക്വി പൊട്ടൻഷ്യൽ സർഫസുകൾ പല ചാർജുകളുടെ എങ്ങനെയാണ് അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ്. അപ്പോൾ പറഞ്ഞാൽ ഞാനിതിൽ ഉൾപ്പെടുത്തിയില്ല, അത് നിങ്ങൾ വരച്ച് നോക്കണം. ഏതിൻ്റെയാണ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൻ്റെ. നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡൊക്കെയാണ് നമ്മൾ ഇപ്പോൾ വരച്ച് കണ്ടത് കേട്ടോ. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് മാത്രം പ്രത്യേകമുള്ള ഫീൽഡ് ലൈൻസുകൾ പാരലൽ ആൻഡ് ഈക്വൽ ഡിസ്റ്റൻസ് ഫ്രം ഈച്ച് അതർ സിമിലർലി പോലെ തന്നെയാണ് ആരും നമ്മുടെ ഇക്വി പൊട്ടൻഷ്യൽ സർഫസുകൾ എങ്ങനെയാണ് പാരലൽ പ്ലെയിൻസ് ഈക്വൽ ഡിസ്റ്റൻസ് ഫ്രം ഈച്ച് അതർ. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ ഇന്ന് ഇത്രയും നമ്മൾ ഉൾപ്പെടുത്തുന്നുള്ളൂ. ബാക്കിയുള്ള നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ക്ലാസ്സുകൾ കേട്ടിരുന്നതിൽ വളരെയധികം സന്തോഷം. സംശയങ്ങളുണ്ടെങ്കിൽ നേരിട്ടോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ വിളിച്ച് ചോദിക്കുക. സംശയങ്ങൾ എപ്പോൾ വേണമെങ്കിൽ വിളിച്ച് ചോദിക്കാം. ഇവിടെ നമ്മൾ ക്ലാസ്സുകളിൽ എടുക്കുന്ന ടോപ്പിക്കാണെങ്കിലും ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന എന്ത് സംശയങ്ങളാണെങ്കിലും നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കാം, അല്ലെങ്കിൽ പേഴ്സണൽ നമ്പറിൽ മാഷന്മാരെ പേഴ്സണൽ നമ്പറിൽ വിളിക്കാം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ഉൾപ്പെടുന്നുള്ളൂ. ഓക്കെ. താങ്ക് യു വെരി മച്ച്.